എംഫോർടെക്, അർജു, ഷസാം ഇവരൊക്കെ യൂട്യൂബ് മാസ്റ്റർ മൈൻഡ്സ് ആണോ? എന്തുകൊണ്ടാണ് ഇവരുടെ ചാനൽ മാത്രം ഗ്രോ ആകുന്നത്? നമ്മളെന്താ വീഡിയോ ഇട്ടിട്ടും ഗ്രോ ആകാത്തത്? നമ്മളെ ചാനലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുന്നുണ്ടോ? പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഒരേ ഒരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ, ഇവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ 2024 ഏറ്റവും വലിയൊരു ഫ്ലോപ്പ് ആയിരിക്കും. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ചാനൽ തുടങ്ങിയ സമയത്തല്ല ഈ അർജു, ഷസാം, എംഫോർടെക് ഒക്കെ ചാനൽ തുടങ്ങിയത്. അവരൊക്കെ കുറേ മുമ്പേ ഈ ഫീൽഡിൽ വന്നവരാണ്. സോ അവരുടെ ഗ്രോത്ത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു പുതിയ കണ്ടന്റ് ക്രിയേറ്ററാണ്. ഈ പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ യൂട്യൂബിൽ ഓൾറെഡി സക്സസ്ഫുൾ ആയ ക്രിയേറ്റേഴ്സ് ആണ്. അതുകൊണ്ട് അവരെ കണ്ട് അവർ ചെയ്യുന്നത് പോലെ വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആൻഡ് അതുപോലെ നിങ്ങൾ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ അട്ടർ ഫ്ലോപ്പ് ആകത്തേ ഉള്ളൂ. യൂട്യൂബിൻ്റെ അൽഗോരിതം ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന അൽഗോരിതം അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുത്താണ് എൻ്റെ ജോലി. മലയാളത്തിൽ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് തരുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സും എങ്ങനെ രക്ഷപ്പെടാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അതിന് നിങ്ങൾ വേറെ പല ചാനൽസും റെഫർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ഇപ്പോഴും നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇവിടെ നിന്നു പോകുന്നത്. ഇനി എങ്ങനെ 2024 നമുക്ക് യൂട്യൂബിൽ സക്സസ്ഫുൾ ആകാമെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ 3 ക്രിയേറ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയല്ലോ. ഞാൻ അനലൈസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിൽ ഞാൻ 4ാമത് നിങ്ങൾക്ക് ഒരു ചാനൽ റെഫർ ചെയ്ത് തരാം. ആ ചാനലാണ് ഇപ്പോൾ മലയാളം യൂട്യൂബ് ഇൻഡസ്ട്രിയിൽ കറൻ്റ്ലി ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ജസ്റ്റ് അനലൈസേഷൻ മാത്രമാണ്, അല്ലാതെ ഈ വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാം എന്നുള്ളതല്ല. അനലൈസേഷന് ശേഷം മാത്രം നിങ്ങൾക്ക് ഗ്രോ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമ്പർ 1, അർജു. ഒരു സാധനം ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് എത്ര ചീത്തയാണെങ്കിലും ആളുകൾ നല്ലതാന്നേ പറയൂ. അർജു ഒരു പെർഫെക്റ്റ് ഉദാഹരണമാണ്. അർജുൻ്റെ ആദ്യത്തെ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസും എടുത്തു നോക്കിയാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി അർജു എങ്ങനെ വൈറലായി? യുണീക്നെസ്. മലയാളത്തിലെ റോസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ഒക്കെ തന്നെ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത്, ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അത്രയും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സമയത്ത്, റോസ്റ്റിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം ലെവലുമായിട്ടാണ് അർജു യൂട്യൂബിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആൻഡ് അർജു എപ്പോഴും പറയും യൂട്യൂബ് ഈസ് പ്യുവർ സ്കിൽ. അതേ എനിക്കും നിങ്ങളോട് പറയാനുള്ളൂ, യൂട്യൂബ് ഈസ് പ്യുവർ സ്കിൽ. പക്ഷേ ഈ ഒരു നീഷിനൊരു പ്രശ്നമുണ്ട്. ഈ ഒരു നീഷിൽ നിങ്ങൾ വൈറലായി കഴിഞ്ഞാൽ അത് ഒരു സെർട്ടൈൻ ടൈമിലേക്കേ ഉണ്ടാവുള്ളൂ. ആൾക്കാർക്ക് മടുപ്പ് വന്നു തുടങ്ങും. സോ പുതിയ പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എപ്പോഴും ഈ നീഷിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു നീഷിൽ ഒറ്റ വീഡിയോ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറലാകാനും പറ്റും. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, വെയിറ്റ് ചെയ്യുക. പെർഫെക്റ്റ് ടൈം, പെർഫെക്റ്റ് ടോപ്പിക് ഇത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഓവർ സ്റ്റെപ്പ്. വെറുതെ അതും ഇതും ഇട്ട് നിങ്ങളുടെ എഫേർട്ടും സമയവും കളഞ്ഞിട്ട് കാര്യമില്ല. യു ഡോണ്ട് ഗെറ്റ് ദ റിസൾട്ട്സ്. സെക്കൻഡ് 1, കോൾ മീ ഷസാം. ഈ ഒരു ചാനൽ ഗ്രോ ചെയ്ത് തുടങ്ങിയത് യൂട്യൂബ് ഷോർട്സ് വളരെയധികം പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഒരു ചാനൽ യൂട്യൂബ് ഷോർട്സിൻ്റെ സഹായത്തോടു കൂടിയാണ് വളർന്നത്. ആൻഡ് വെറും ഷോർട്സ് ഇട്ടത് കൊണ്ട് മാത്രം ഷസാം വളരില്ല. ഈ ഒരു സമയത്ത് മലയാളത്തിലെ ടെക് യൂട്യൂബേഴ്സ് വെറും കാഷ്വലായി മാത്രം ടെക് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ലൈക്ക് അൺബോക്സിങ്, പ്രൊഡക്ട്സ് റിവ്യൂസ്. ഈ സമയത്താണ് ഷസാം ടെക് റോൾ പ്ലേ ആയിട്ട് വരുന്നത്. ആൻഡ് ഷോർട്ട് ഫോം കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഇത് വേഗം തന്നെ ഓഡിയൻസ് ഏറ്റെടുക്കാൻ തുടങ്ങി. ലൈക്ക് ഓഡിയൻസിന് ഇത് വേഗം റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. കറൻ്റ്ലി ടെക് കാറ്റഗറിയിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കോൾ മീ ഷസാം. ക്വാളിറ്റി കണ്ടന്റ്സ് ആരാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം. ഇതും ന്യൂ ക്രിയേറ്റേഴ്സിനെ വെൽക്കം ചെയ്യുന്നൊരു നീഷാണ്. ബട്ട് ഇതിൽ എൻട്രി ചെയ്യലാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം നിങ്ങളൊരു വെറൈറ്റിയുമായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും വീഡിയോ ഇട്ട് സ്ട്രഗിൾ ചെയ്യത്തേയുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവത്തില്ല. കാരണം നിങ്ങളും ബാക്കിയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. യുണീക്നെസ് ഇല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളുടെ വീഡിയോ വേണ്ട ആവശ്യം? തേർഡ് 1, എംഫോർടെക്. മലയാളീസ് പറയും എംഫോർടെക് ഈസ് ദ ബെസ്റ്റ് ചാനൽ ഇൻ മലയാളം. പക്ഷേ ഞാൻ പറയും മലയാളത്തിൽ ഡൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഒന്നാണ് എംഫോർടെക്. ഇവരുടെ വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എടുത്ത് നോക്കിയാൽ മതി. ദേ ആർ സ്ട്രഗ്ലിംഗ് ഫോർ ഓഡിയൻസ് റിട്ടൻഷൻ. ഓഡിയൻസ് റിട്ടൻഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും ഇത്രയും വ്യൂസ് മാത്രം കിട്ടുന്നത്. ലൈക്ക് 1 കോടിക്ക് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ എന്ത് വീഡിയോ ഇട്ടാലും മിനിമം 10 ലക്ഷം വ്യൂസ് എങ്ങനെയായാലും കിട്ടിയിരിക്കും. ആൻഡ് ഈ ഒരു ടൈമിൽ ഇങ്ങനൊരു ചാനൽ നിങ്ങൾ തുടങ്ങാനാണ് പ്ലാൻ ഇടുന്നതെങ്കിൽ ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഷോർട്ട് വീഡിയോസ് വന്നതോടുകൂടി ഇതേപോലെയുള്ള വീഡിയോസിൻ്റെ അറ്റൻഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് തരുന്ന ആൾക്കാർ പറയും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രോ ചെയ്യുമെന്ന്. നിങ്ങൾ ആഴ്ചക്ക് ഒരു വീഡിയോ ഇട്ടാലും ഗ്രോ ചെയ്യും. ക്വാളിറ്റി കണ്ടന്റ് ആൻഡ് ഓഡിയൻസ് റിട്ടൻഷൻ മാറ്റേഴ്സ്.
2024 എങ്ങനെ ഒരു ചാനൽ ഗ്രോ ചെയ്യണമെന്നുള്ളതിന് നിങ്ങൾ ഈ ഒരു ചാനൽ എക്സാമ്പിളായിട്ട് എടുത്താൽ മതി. ഈ ഒരു പാറ്റേണിലാണ് ഇപ്പോഴത്തെ യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇത് ഷോർട്സ് ചാനലിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. ലോങ് വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.